ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വാച്ചീസ് കുക്ക് വേൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് കപ്പ വെച്ചിട്ടൊരു ഡിഷാണ്, കപ്പ ബിരിയാണി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിൻ്റെ കൂടെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 750 ഗ്രാം ബീഫാണ്. നല്ല കഴുകി വൃത്തിയാക്കി കറി പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം നമുക്കൊന്ന് മസാല പുരട്ടണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉലുവയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിലെ എല്ലാ മസാലയും കൂടി ഇട്ട് പുരട്ടണം. അതിന് മുമ്പായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളകും പിന്നെ ഉലുവയും, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയുടെയോ കുരുമുളക് പൊടിയുടെയോ അളവ് കൂട്ടാം. ഇനി ഇതിലേക്ക് ഞാനൊരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇറച്ചിക്ക് വേണ്ടുന്ന അത്രയും ഉപ്പ് തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കണം. എന്നിട്ട് ഒരു പ്രഷർ കുക്കറിലോട്ട് നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ടതിന് ശേഷം ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ആ ചട്ടിയിൽ ഞാൻ ഏത് പാത്രത്തിലാണോ മിക്സ് എടുത്തത് അതിൽ നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ആ അരപ്പൊന്ന് കഴുകി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ കുക്കറിൽ ഒരു 6 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എൻ്റെ ബീഫ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഞാനിവിടെ 1 സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കനം കുറച്ച് അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്ന ഒരു തേങ്ങയുടെ 1/2 മുറി തേങ്ങ ചെറുതായി അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള 1 കിലോ കപ്പയാണ്. 1 കിലോ കപ്പ കഴുകി വൃത്തിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് വേവിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഞാൻ ഈ കപ്പ ഇടുന്നുണ്ട്. കപ്പ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കപ്പയിൽ ഇപ്പം മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, പക്ഷേ ഇത് വെന്ത് വരുമ്പോൾ ഒരു മഞ്ഞ നിറമായിരിക്കും. പിന്നെ അങ്ങനത്തെ ഒരു കപ്പയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നല്ല സാധാ കപ്പ വെള്ള കളറിന് പോലെ തന്നെ കിട്ടും. അപ്പോൾ ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ആ സമയം കൊണ്ട് ഞാൻ വേറൊരു പാനിലോട്ട് ഈ സവാളയും തേങ്ങാക്കൊത്തും വറുത്തതിൻ്റെ എണ്ണ ബാലൻസ് ഉള്ള എണ്ണ കളഞ്ഞില്ല, ഞാൻ ആ എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ മൂക്കണം. ഇനി ഞാൻ അതിൻ്റെ അകത്ത് പട്ടയും അതേപോലെ തന്നെ പെരുംജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. 5-6 സ്റ്റിക്ക് പട്ട മതി. ഇനി ഇട്ടെടുത്തത് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗരം മസാല ഒരു ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ കപ്പ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മഞ്ഞ കളറിന് ഇരിക്കുന്നത്. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, പക്ഷേ എനിക്ക് കിട്ടിയ കപ്പ അങ്ങനെ ആയതുകൊണ്ടാണ് ഈ കളറിന് ഇരിക്കുന്നത്. ഇനി ബീഫും വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ കപ്പ ലെയർ ചെയ്ത് വയ്ക്കാം. നമ്മൾ ബിരിയാണിക്ക് ലെയർ ചെയ്യത്തില്ലേ, അതേപോലെ തന്നെ ലെയർ ചെയ്ത് വെക്കാം. കപ്പ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതിന് മുകളിൽ ലെയറായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കുക.
അതിന് മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്ക് ദം ചെയ്യത്തില്ല, അതേ ഒരു സിസ്റ്റമാണ്, പക്ഷെ ദം ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊരു 2 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ചേക്കാം. എല്ലാം കൂടെ ഒന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ളിൽ നമുക്ക് ഒരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് കൊണ്ട് ഇട്ട് പൊട്ടിക്കാം. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു താളിപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി 2 മിനിറ്റ് കഴിഞ്ഞ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ബീഫും കപ്പയും എല്ലാം ഒരേപോലെ നല്ല രീതിയിൽ കുഴഞ്ഞ് കിട്ടും. അത് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് താളിപ്പ് ഇതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെർവ് ചെയ്താൽ മതി. നമ്മൾക്ക് മലയാളികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കപ്പയും അതേപോലെ തന്നെ ബീഫും. സാധാരണ നമ്മൾ കപ്പ പുഴുക്കുണ്ടാക്കിയിട്ട് ബീഫ് കറി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് ചോറിനോട് കഴിക്കാം, അല്ല ഇത് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാം. പക്ഷേ ചൂടോടെ കഴിക്കണം. ചൂടോടെ കഴിക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 6 വിസിൽ ബീഫിന് പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന ബീഫ് അനുസരിച്ചിരിക്കും കേട്ടോ. എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെൻഡർ ആയിട്ടുള്ള ബീഫാണ് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ ഞാൻ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.